ഞങ്ങൾ ആലുവ ബ്ലോസംസ് മോണ്ടിസോറി TTCയിൽ ആരംഭിക്കാൻ പോകുന്ന 10 days പ്രാക്ടിക്കൽ ഇൻറ്റൻസീവ് കോഴ്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി ടീച്ചേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിരുന്നു. നഴ്സറി TTC കഴിഞ്ഞവരുണ്ട്, പ്രീ പ്രൈമറി TTC കഴിഞ്ഞവരുണ്ട്. അവർക്കെല്ലാവർക്കും അറിയേണ്ടത് എന്തൊക്കെയാണ് ഞങ്ങൾ ആലുവ ബ്ലോസംസ് മോണ്ടിസോറിയിലുള്ള അപ്പാരറ്റസ് എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് ഫസ്റ്റ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോണ്ടിസോറി പ്രാക്ടിക്കൽ ഏരിയയിൽ ഹാർട്ട് ഓഫ് ഏരിയ എന്ന് മരിയ മോണ്ടിസോറി വിശേഷിപ്പിച്ചിരിക്കുന്ന ഓർ ദ ബേസിസ് ഓഫ് അതർ മോണ്ടിസോറി ആക്ടിവിറ്റീസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസസിനെ കുറിച്ചിട്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസസ് പേരിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? പ്രായോഗിക ജീവിത പ്രവർത്തനങ്ങൾ, അതാണ് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസസ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു കുട്ടി ആദ്യമായി അവനൊരു മോണ്ടിസോറി എൻവയൺമെന്റിലേക്ക് എത്തിപ്പെടുമ്പോൾ അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന മെറ്റീരിയൽസ് ആണ് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസസ്. അപ്പൊ അത് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ കൃത്യതയോടെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഓരോ ടീച്ചേഴ്സും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് ഏറ്റവും നല്ല ട്രെയിനിങ് തന്നെ ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് ഏരിയയിൽ 4 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസ്, ദെൻ കെയർ ഓഫ് എൻവയൺമെന്റ്, ദെൻ കെയർ ഓഫ് സെൽഫ്, ദെൻ സോഷ്യൽ ഗ്രേസ് ആൻഡ് കർട്ടസി. ഒരു കുട്ടിക്ക് അവൻ നോർമൽ ചൈൽഡിലേക്ക് ഡെവലപ്പായി കൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മരിയ മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറി ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസിൽ ആദ്യമായി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് റോളിംഗ് ആൻഡ് അൺറോളിംഗ് മാറ്റ്, ക്യാരിയിങ് ഒബ്ജക്ട്സ്. അങ്ങനെയുള്ളതിലൂടെ അവരുടെ ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യിക്കാൻ സാധിക്കും. ദെൻ അവരുടെ പിൻസർ ഗ്രിപ്പ് ഡെവലപ്പ് ചെയ്യിക്കുന്നതിനും റൈറ്റിംഗ് സ്കിൽസ് എൻഹാൻസ് ചെയ്യിച്ച് ഹാൻഡ് കോർഡിനേഷൻ, കോൺഫിഡൻസ്, കോൺസെൻട്രേഷൻ ഇതൊക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്പൂണിങ്, പോറിങ്, ഡ്രൈ പോറിങ്, വെറ്റ് പോറിങ്, ട്രാൻസ്ഫറിങ് അതിനുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കുട്ടികൾക്ക് ഓരോന്നായിട്ട് കൊടുക്കും. ഓരോ മെറ്റീരിയലും ഓരോ ഏജിലാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന പ്രസന്റേഷൻ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷനിലൂടെയാണ് കുട്ടികളിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കെയർ ഓഫ് എൻവയൺമെന്റിൽ വന്നിട്ട് കൊടുക്കുന്ന മെറ്റീരിയൽസ് ആണ് ത്രെഡിങ് ആൻഡ് ബീഡിങ്, പോളിഷിംഗ് മിറർ, കട്ടിങ്, വാഷിംഗ് ഓഫ് ടേബിൾ, വാഷിംഗ് ഹാൻഡ്സ്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ കെയർ ഓഫ് എൻവയൺമെന്റിലേക്ക് വരുമ്പോൾ കൊടുക്കും. ദെൻ കെയർ ഓഫ് സെൽഫ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് അവനവനെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത്, അതിനുള്ളൊരു ട്രെയിനിങ് ആണ് കെയർ ഓഫ് സെൽഫിൽ നമ്മൾ കൊടുക്കുന്നത്. ഡ്രസ്സിങ് ഫ്രെയിംസിൽ തന്നെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ബട്ടൺ എങ്ങനെ ഇടണം, സിബ്ബർ എങ്ങനെ യൂസ് ചെയ്യണം, വാൽക്രോ, ഷൂ ലേസ് എങ്ങനെ കെട്ടാം, ഇങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് കൊടുക്കും. ലാസ്റ്റ്ലി നമ്മൾ PLEയിൽ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് സോഷ്യൽ ഗ്രേസ് ആൻഡ് കർട്ടസി എന്നുള്ള കാറ്റഗറിയാണ്. ഹെൽപ്പ് മീ ടു ഡു ഇറ്റ് മൈസെൽഫ്. ഓരോ കുട്ടിയും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ മരിയ മോണ്ടിസോറി അവരുടെ ഒബ്സർവേഷനിൽ നിന്നും കണ്ടെത്തിയ ഒരു കാര്യമാണ്. അവരുടെ നിരവധി പുസ്തകങ്ങളിൽ നമുക്ക് ഈ ഒരു വാക്യം കാണാൻ സാധിക്കും. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും അവർക്ക് എല്ലാം സ്വയം ചെയ്യാനുള്ള ഒരു ഫ്രീഡം ആവശ്യമുണ്ട്. ആ ഫ്രീഡം നമ്മൾ നല്ല രീതിയിൽ ആ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനൊരു നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡായി മാറും. സ്കൂളിൽ അങ്ങനെ ഒരു നല്ല എൻവയൺമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ കുട്ടിയും നല്ല ഡിസിപ്ലിനുള്ള, കോൺഫിഡൻസ് ആയിട്ടുള്ള, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നല്ലൊരു എൻവയൺമെൻറ്റ്. പിന്നെ വേണ്ടത് എന്താണ്? നല്ലൊരു ട്രെയിനറാണ്. ഒരു ട്രെയിനറായി മാറുക എന്ന് പറയുന്നത് ഒരു ഡയറക്ട്രസ്, മോണ്ടിസോറി ഡയറക്ട്രസ് അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഹ്യൂമനിൽ നിന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് അല്ലേ? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മളൊരു ട്രെയിനിങ്ങിലൂടെ സാധ്യമാകുന്നത്. അപ്പോൾ ഒരു ടീച്ചർ ഒരു മോണ്ടിസോറി ടീച്ചറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ആ ടീച്ചർ മനസ്സിലാക്കിയിരിക്കുന്നതോടൊപ്പം തന്നെ നല്ല കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഓരോ മെറ്റീരിയലും കുട്ടിക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ടീച്ചേഴ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
ഞങ്ങൾ ഈ ബ്ലോസംസ് മോണ്ടിസോറിയിലെ 7ാമത്തെ ബാച്ച് ഇപ്പോൾ ഇവിടുന്ന് പാസ് ഔട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫ്രഷ് ബാച്ചസ് ഇവിടെ വരുമ്പോഴും അവർ ഈ എൻവയോൺമെന്റിലേക്ക് ഫസ്റ്റ് കാലെടുത്ത് വെക്കുമ്പം അവരിങ്ങനെ ആശ്ചര്യത്തോടു കൂടി നോക്കാറുണ്ട്, അല്ലെങ്കിൽ എന്നോട് ചോദിക്കാറുണ്ട്, മിസ്സേ ഇതൊക്കെയാണോ ഞങ്ങൾ പഠിക്കുന്നതെന്ന്. ഈ ഒരു സ്പൂണിങ് എന്നുള്ള ഒരു ആക്ടിവിറ്റി, ഈ ബീൻസ് ഇങ്ങനെ ഇട്ട് 2 സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഇവർ ചോദിക്കും, ഇതാണോ ഞങ്ങൾ ടീച്ചറാവാൻ പഠിക്കേണ്ട മെറ്റീരിയൽ എന്ന് ചോദിക്കും. ഞാൻ സൈലന്റ് ആയിട്ട് ചിരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു സ്പൂണിങ് ആക്ടിവിറ്റി അതിൻ്റെ പ്രസന്റേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴും പ്രസന്റേഷന് ശേഷം ഇതിന് ഈ സ്പൂണിങ് ആക്ടിവിറ്റി ഒരു 2.5 വയസ്സുകാരി ചെയ്യുമ്പോൾ ആ 2.5 വയസ്സിൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴും വിടർന്ന കണ്ണുകളോടെ എന്നെ നോക്കിയിരിക്കുന്ന എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയും എനിക്കൊരു നല്ല ടീച്ചർ ആവാൻ പറ്റില്ലെങ്കിലും നല്ലൊരു പാരന്റ് ആവാൻ സാധിക്കും. അതുപോലെ എല്ലാവർക്കും ഒരു നല്ല ടീച്ചർ ആവാനും നല്ലൊരു പാരന്റ് ആവാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മോണ്ടിസോറി മെത്തേഡ്. പക്ഷെ ആ പഠിക്കുമ്പോൾ മോണ്ടിസോറി മെത്തേഡ് ഏറ്റവും കൃത്യമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക, ഏറ്റവും വ്യക്തതയോടെ അത് കുട്ടികൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. താങ്ക് യു.